അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ടു ന്യൂ ബ്യൂട്ടിഫുൾ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മ്യൂസിക് ഓഫാണ് കേട്ടോ. അപ്പം ഞാൻ ഓർത്തു ഒന്ന് എവിടെയെങ്കിലും കറങ്ങാൻ പോയാലെന്ന്. അപ്പം ഞാൻ ഇതുവരെ ഇവിടുത്തെ മ്യൂസിയം കണ്ടിട്ടില്ല. അപ്പം ഞാൻ ഓർത്തു മ്യൂസിയം കാണാൻ പോകുന്നു. രാവിലെ ഒരു എത്രയാ 10 o'clock ഞാൻ തീരുമാനിച്ചതാണ് പോകാൻ, ബുക്കൊക്കെ ചെയ്ത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ എണീറ്റപ്പം 12:30 ആയിപ്പോയി ഗൈസ്. പിന്നെ അതേ കുളിച്ചൊരുങ്ങി വൃത്തിയായിട്ട് വന്നപ്പോഴത്തേക്ക് സമയം 2:30 ആയി. ഇനി അറിയത്തില്ല അവിടെ കയറ്റുമെന്ന്. എങ്കിൽ നമ്മളൊരു കാര്യം തീരുമാനിച്ച് നമ്മളങ്ങ് നടത്തിയേക്കണം. എത്ര കഷ്ടപ്പെടാൻ നമ്മളങ്ങ് പോയിരിക്കണം. അതുകൊണ്ടാണ് ഇനി എത്ര താമസിച്ചിട്ടും ആ സ്ഥലത്തോട്ട് ഞാനങ്ങ് പോകുന്നത്. നമ്മൾ എന്നും പോകുന്ന വഴി കൂടെ തന്നെയാണ് ഇന്നും പോകുന്നത്. കാരണം നമുക്ക് പോകാൻ വേറെ വഴിയില്ല. കാരണം ഈ ഒരു സ്ഥലത്തും നമുക്ക് വേറെ അങ്ങോട്ട് പോകുന്നത് ആകെ ഡേറ്റ് വരെയും മാത്രമേ ഉള്ളൂ. ബസ്സിന് വന്ന് ഒത്തിരി വരും. പക്ഷേ നമ്മളിന്നും ട്രെയിനിന് തന്നെ. അപ്പോൾ ഇത് നമുക്ക് ട്രെയിനിൽ സീറ്റൊക്കെ കിട്ടി നമ്മൾ സെറ്റായി. അപ്പം ഇതായിരുന്നു നമ്മുടെ ഡെസ്റ്റിനേഷൻ, സൗത്ത് കെൻസിങ്ടൺ. അപ്പം ഈ ഒരു സ്റ്റേഷൻ്റെ അവിടുന്ന് നമ്മുടെ മ്യൂസിയത്തിന് അങ്ങോട്ട് ഒരു സബ്വേ ഉണ്ട്. അപ്പം നമുക്കൊന്നേ ആ വഴി പോവാം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റേഷനിൽ നിന്ന് മൊത്തമായിട്ട് പുറത്ത് റോഡിൽ ഇറങ്ങിയിട്ട് ആ വഴിയും പോവാം. അപ്പോൾ എൻ്റെ കൂടെ ഈ സബ്വേയിൽ വഴി നടക്കുന്ന എല്ലാവരും ഒന്ന് സയൻസ് മ്യൂസിയം അല്ലെങ്കിൽ ഹിസ്റ്ററി മ്യൂസിയത്തിലോട്ട് പോകുന്നവരാണ്. അപ്പോൾ നമ്മളങ്ങനെ നടന്ന് അതിൻ്റെ ഒരു നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൻ്റെ ഒരു സൈഡിൽ വന്നു. അപ്പോൾ നമുക്കിനി നടന്ന് അതിൻ്റെ ഫ്രണ്ടിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ നമ്മളെ വെൽക്കം ചെയ്യാൻ നിൽക്കുന്നത് 252 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ദിനോസറാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഞാൻ ആ ദിനോസറെ കിടമ്പോൾ ഞാൻ ഓർത്തില്ല ഇത്രയും നീളമുണ്ടെന്ന്. അപ്പോൾ നമ്മൾ നടന്നു പോകുന്ന ഈ ഒരു വഴിയിൽ ഫുള്ള് പലതരത്തിലുള്ള കല്ലുകളാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. അപ്പോൾ നമ്മൾ റോഡിൽ ഉള്ള വഴി കൂടെ വന്നാൽ ഇതായിരിക്കും എൻ്റെ എൻട്രൻസ്. ഇനി നമ്മൾ മെയിൻ ഡോറിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഗൈസ് നമുക്കിനി അകത്തോട്ട് കയറാം. അപ്പോൾ ഇതാണ് മെയിൻ എൻട്രൻസ്. നമ്മൾ അകത്ത് കയറി ഇനി നമുക്കൊരു സൈഡിൽ നിന്ന് കണ്ടു തുടങ്ങാം. തുടക്കം തന്നെ ജിറാഫിൽ നിന്നായിരുന്നു. കടലിൽ ഏറ്റവും വേഗതയിൽ നീന്തുന്ന മത്സ്യങ്ങളിലൊന്നാണിത്, ബ്ലൂ മാർലിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു തരത്തിലുള്ള കോറലാണ്. പിന്നെ നമ്മുടെ നമ്മൾ പുസ്തകത്തിൽ പഠിച്ച കുറേ സാധനങ്ങളിവിടെ ഉണ്ട്. മെയിൻലി ഇവിടെ ഫുള്ള് ദിനോസറുകളാണ്. പല തരത്തിലുള്ള ദിനോസറുകൾ നമുക്ക് കാണാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണിച്ചില്ലെങ്കിൽ എന്നെ നിങ്ങൾ നടന്നു പോയാലും. അപ്പോൾ നമ്മൾ താഴത്തെ നില മൊത്തം കണ്ടു. ചാൾസ് ഡാർവിൻ്റെ ഈ പ്രതിമയും കണ്ടുകൊണ്ട് നമ്മളത് രണ്ടാമത്തെ നിലയിലോട്ട് കയറണം. അവിടെ ട്രഷേഴ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ആനിമൽസ് ആണ്, സ്പെഷ്യൽ വെറൈറ്റി സ്പീഷീസോ അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. ഫസ്റ്റ് കണ്ടതേ ഈ ഒരു ഗൊറില്ലയാണ് കേട്ടോ. പിന്നെ ഒരു പെൻഗിൻ്റെ എഗ്ഗ്, പിന്നെ ഷെല്ലുകൾ, പിന്നെ പലതരത്തിലുള്ള കല്ലുകൾ, പക്ഷികൾ, പിന്നെ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. നമുക്കെല്ലാം ഒന്ന് ഓടി നടന്ന് കാണാം. നമ്മൾ എന്താണോ കാണുന്നത് അതിൻ്റെ തൊട്ടടുത്തൊരു ഡിസ്പ്ലേ ഉണ്ട്. ആ ഡിസ്പ്ലേ നമ്മൾ ടച്ച് ചെയ്യുക, അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഓരോ റൂമിൽ കയറുമ്പോൾ അവിടുത്തെ സീലിംഗ് ഇൻറ്റീരിയറൊക്കെ നോക്കണം കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഞാനങ്ങനെ നടന്നത് ഫസ്റ്റ് ഫ്ലോറിൽ വന്നു. അപ്പം അതിൻ്റെ സൈഡിൽ കുറേ പഴയ സാധനങ്ങൾ എല്ലാം പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ആ കയറി വീഴുമ്പോഴേ കാണുന്ന ദിനോസറാണ്. അപ്പം ഞാനതിനെ കുറച്ചുകൂടെ ഭംഗിയായിട്ട് കാണാൻ നോക്ക് മണ്ടേ കയറി വന്നതാണ്. പക്ഷെ വെറുതെയാണ്, താഴെ നിന്ന് നോക്കുമ്പോഴാണ് നല്ല ഭംഗി. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു ചക്രം പൊട്ടിക്കുന്നതിനോട് നോക്കിയതാണ്. അത് കഴിഞ്ഞപ്പോഴത്തേണ്ട് ഇതൊരു വലിയൊരു ഗൈൻഡ് സെക്കോയാണ്. സെക്കോയ എന്ന് പറഞ്ഞാൽ മറ്റേ ലോകത്തിലെ ഏറ്റവും വലിയൊരു മരത്തിൻ്റെ ഒരു ഭാഗമാണ് ഇത്. ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്തപ്പം ഒരു 3000 വർഷം വരെ ലിവിങ് തിങ്സ് ഇതിൽ ജീവിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് ഇവിടുത്തെ സീലിങ്ങിനെ പറ്റി കൊടുത്തിരിക്കുന്ന ഒരു ഡിസ്പ്ലേ ആണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ എല്ലാ സീലിങ്ങിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇതെങ്ങനെ ഉണ്ടാക്കി എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ചില സീലിംഗ് ഒക്കെ വേണം നോക്കിയിട്ട് കണ്ടുപിടിക്കുക ഇത് ഏത് സീലിംഗ് ആണ് ഇവിടെ എന്ന്. ജസ്റ്റ് ഒരു ഗെയിമൊക്കെ ആയിട്ട്. ഇത് ഈ ഒരു സ്ഥലത്തിൻ്റെ ഫുള്ളായിട്ടുള്ള മാപ്പും പ്ലാനും ഒക്കെ കേട്ടോ. ഇതാരാണ് ഈ സ്ഥലമൊക്കെ ഉണ്ടാക്കി അങ്ങനത്തെ കുറേ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒരു 2 പാർട്ടായിട്ടാണ് ഇടാൻ വെച്ചത്. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടത്തെ കഴിഞ്ഞു, സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.